RSS മുൻ പ്രാന്ത സംഘാലക് PB മേനോൻ ശ്രദ്ധാഞ്ജലി ഇന്ന് നടക്കും. RSS സർസംഘാലക് ഡോക്ടർ മോഹൻ ഭാഗവത് പരിപാടിയിൽ പങ്കെടുക്കും. നെടുമ്പാശ്ശേരി ഇന്നേറ്റ് കൺവെൻഷൻ എക്കോ ലാൻഡിൽ രാവിലെ 10:30 ശ്രദ്ധാഞ്ജലി. ഇന്നലെ രാത്രി സർസംഘാലക് ഡോക്ടർ മോഹൻ ഭാഗവത് കൊച്ചിയിലെത്തി. രാവിലെ PB മേനോന്റെ കുടുംബാംഗങ്ങളെയും സർസംഘാലക് സന്ദർശിക്കും. RSS മുൻ കേരള പ്രാന്തസംഘാലകവും പ്രശസ്ത ചാർട്ടേഡ് അക്കൗണ്ടന്റുമായിരുന്ന PB മേനോന്റെ ശ്രദ്ധാഞ്ജലി സമ്മേളനം ഇന്ന് നടക്കും. സർസംഘാലക് ഡോക്ടർ മോഹൻ ഭാഗവത് പങ്കെടുക്കും. ഇന്നലെ രാത്രി കൊച്ചിയിലെത്തിയ സർസംഘാലക് ഇന്ന് രാവിലെ PB മേനോന്റെ ആലുവയിലെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ സന്ദർശിക്കും. തുടർന്ന് രാവിലെ 10:30 നെടുമ്പാശ്ശേരി ഇന്നേറ്റ് കൺവെൻഷൻ എക്കോ ലാൻഡിൽ നടക്കുന്ന ശ്രദ്ധാഞ്ജലി പരിപാടിയിൽ സ്മൃതി ഭാഷണം നടത്തും. കേരള ഹൈക്കോടതി ജഡ്ജി N നഗരേഷ് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ മുതിർന്ന RSS പ്രചാരകൻ S സേതുമാധവൻ, കുമ്മനം രാജശേഖരൻ, സംഘ വിവിധ ക്ഷേത്ര സംഘടനാ ഭാരവാഹികൾ, രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക മേഖലകളിലെ പ്രമുഖർ തുടങ്ങിയവർ സംസാരിക്കും. ജനം, കൊച്ചി. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, എപ്പോഴാണ് ശ്രദ്ധാഞ്ജലി സമ്മേളനം നടക്കുക? മാത്രമല്ല, ഈ RSS സർസംഘാലക് ഡോക്ടർ മോഹൻ ഭാഗവത് ശ്രദ്ധാഞ്ജലി സമ്മേളനത്തിലല്ലാതെ മറ്റേതെല്ലാം പരിപാടികളിലായിരിക്കും ഇന്ന് പങ്കെടുക്കുക? ഇന്ന് രാവിലെ 10:30 നെടുമ്പാശ്ശേരിയിലെ കൺവെൻഷൻ സെന്ററിൽ ശ്രദ്ധാഞ്ജലി ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ ഒരു ശ്രദ്ധാഞ്ജലി ചടങ്ങുകളുടെ മാത്രം പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് സർസംഘാലക് ഡോക്ടർ മോഹൻ ഭാഗവത് കേരളത്തിലെത്തിയിരിക്കുന്നത്, കൊച്ചിയിലെത്തിയിരിക്കുന്നത്. പ്രധാനമായും മുൻ പ്രാന്ത സംഘാലക് PB മേനോൻ, എല്ലാ സംഘ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രിയപ്പെട്ട മേനോൻ സാറിൻ്റെ വിയോഗം അത് വലിയൊരു നഷ്ടം തന്നെയായിരുന്നു. പ്രത്യേകിച്ച് മേനോൻ സാറുമായി ഏറ്റവും അടുത്ത ബന്ധമായിരുന്നു സർസംഘാലക് ഡോക്ടർ മോഹൻ ഭാഗവതിനുണ്ടായിരുന്നത്. 2 പതിറ്റാണ്ടോളം PB മേനോൻ സാറ് പ്രാന്ത സംഘചാലക് എന്ന രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പ്രധാനപ്പെട്ട ചുമതലയിൽ പ്രവർത്തിക്കുകയും ചെയ്തിക്കാലം അളവിലെല്ലാം തന്നെ ഇരുവരും തമ്മിൽ അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഒരുമിച്ച് സംഘടനാ പ്രവർത്തനങ്ങളിലും സംഘപ്രവർത്തനങ്ങളിലും എല്ലാം തന്നെ സജീവമായിരുന്ന ഒരു കാലഘട്ടം കൂടി ഉണ്ടായിരുന്നു. പിന്നീടും ആ ആത്മബന്ധം തുടരുകയും ചെയ്തു. കഴിഞ്ഞ 9-ാം തീയതിയായിരുന്നു മേനോൻ സാറിൻ്റെ വിയോഗമുണ്ടായത്. തുടർന്നാണ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധാഞ്ജലി ചടങ്ങിനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ കാണുന്നതിനും അവരെ ആശ്വസിപ്പിക്കുന്നതിനും എല്ലാമായി സർസംഘാലക് ഡോക്ടർ മോഹൻ ഭാഗവത് ഇന്നലെ രാത്രി 11:30 കൊച്ചി വിമാനത്താവളത്തിലെത്തി. അദ്ദേഹം ആലുവയിലാണ് തങ്ങുന്നത്. 8:30 സർസംഘാലക് ഡോക്ടർ മോഹൻ ഭാഗവത് PB മേനോൻ സാറിൻ്റെ ആലുവയിലുള്ള വീട്ടിലെത്തും. അതിനുശേഷം അദ്ദേഹം കൺവെൻഷൻ സെൻറ്ററിലേക്ക് എത്തും. അവിടെ 10:30 ശ്രദ്ധാഞ്ജലി ചടങ്ങ്. ശ്രദ്ധാഞ്ജലി ചടങ്ങിൽ സംസാരിച്ചതിന് ശേഷം തിരികെ അദ്ദേഹം മടങ്ങുകയും ചെയ്യും. വളരെ പ്രധാനപ്പെട്ട കാര്യകർത്താക്കളെ സംബന്ധിച്ച്, സർസംഘാലക് അടക്കമുള്ള പ്രധാനപ്പെട്ട കാര്യകർത്താക്കളെ സംബന്ധിച്ചെല്ലാം തന്നെ അദ്ദേഹത്തെ അനുസ്മരിച്ചിരുന്നു. അവരെല്ലാം വിവിധ ഘട്ടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വിയോഗത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അല്ലെങ്കിൽ സമാനതകളില്ലാത്ത ഒരു കർമ്മയോഗിയെയാണ് നാടിന് നഷ്ടമായത് എന്ന കാര്യം അവരെല്ലാവരും തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. എല്ലാവരോടും ഒരുപോലെ തന്നെ പെരുമാറുന്ന, സംഘത്തിൻ്റെ എല്ലാ തലങ്ങളിലുമുള്ള സാധാരണ സംഘ പ്രവർത്തകർ മുതൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യകർത്താക്കൾ മുതൽ എല്ലാ ആളുകളോടും ഒരുപോലെ ഇടപഴകുകയും അവർക്കൊപ്പം നിന്ന് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും എല്ലാം ചെയ്ത PB മേനോൻ സാർ, ആ ഒരു സംഘത്തിനുണ്ടായ നഷ്ടം വലുതാണ്. അതുകൊണ്ട് തന്നെയാണ് ആ സംഘത്തിൻ്റെ കേരളത്തിലെ സംഘത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുമതലക്കാരൻ അല്ലെങ്കിൽ ചുമതലക്കാരനായിരുന്ന, സംഘത്തിന് എന്നും ഊർജ്ജം പകർന്നിരുന്ന വ്യക്തിയുടെ തീരാനഷ്ടം. അവിടെയാണ് സർസംഘാലക് ഡോക്ടർ മോഹൻ ഭാഗവത് അദ്ദേഹം തന്നെ എത്തുന്നതും കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുകയും ഈ ശ്രദ്ധാഞ്ജലി ചടങ്ങിൽ പങ്കെടുക്കുകയും എല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ട് അദ്ദേഹം എത്തുകയും ചെയ്തത്. മറ്റ് പൊതുപരിപാടികളൊന്നും തന്നെ സർസംഘാലക് ഡോക്ടർ മോഹൻ ഭാഗവതിന് കൊച്ചിയിലില്ല. മുമ്പ് അദ്ദേഹം വിവിധ പരിപാടികളുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ എത്തിയിരുന്നു. 3 ദിവസത്തെ സന്ദർശനമായിരുന്നു അത്. അതിനുശേഷം ഒരിക്കൽ കൂടി ആണ് ഇത്തരത്തിൽ സർസംഘാലക് ഡോക്ടർ മോഹൻ ഭാഗവത് അദ്ദേഹം കേരളത്തിലേക്ക് ഒരു സന്ദർശനം കൂടി നടത്തിയിരിക്കുന്നത്. എന്നാൽ ഈ ഒരു സന്ദർശനം എന്ന് പറയുന്നത് അത് വലിയൊരു വിയോഗത്തിൻ്റെ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു നഷ്ടപ്പെടലിൻ്റെ കാര്യങ്ങൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ആ ഒരു വേദനയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു സന്ദർശനം ഉണ്ടായിരിക്കുന്നത്. വലിയ കനത്ത സുരക്ഷ തന്നെയാണ് സർസംഘാലക് ഡോക്ടർ മോഹൻ ഭാഗവതിൻ്റെ അദ്ദേഹത്തിൻ്റെ യാത്രയും സന്ദർശനവുമായി ബന്ധപ്പെട്ട് ആലുവയിലും നെടുമ്പാശ്ശേരിയിലും എല്ലാം തന്നെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കനത്ത സുരക്ഷയാണ്. 10:30 തന്നെ അദ്ദേഹം അവിടെ ശ്രദ്ധാഞ്ജലി ചടങ്ങിന് എത്തും. ഒപ്പം സംഘത്തിൻ്റെ പ്രധാനപ്പെട്ട ചുമതലക്കാരെല്ലാം തന്നെ മുതിർന്ന പ്രചാരകൻ S സേതുമാധവൻ അടക്കമുള്ള സംഘ
കാര്യകർത്താക്കളെല്ലാം തന്നെ ഈ ഒരു വേദിയിൽ PB മേനോൻ സാറിനെ അനുസ്മരിക്കുന്നതിന് വേണ്ടിയും അദ്ദേഹത്തോടൊപ്പമുള്ള പ്രവർത്തന കാലങ്ങൾ ഓർത്തെടുക്കുന്നതിനുമെല്ലാം തന്നെ അവരോടെ ഒത്തുകൂടുന്നുണ്ട്. കഴിഞ്ഞ വിവിധ ദിവസങ്ങളിൽ വിവിധ ഭാഗങ്ങളിൽ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് അക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ PB മേനോൻ സാറിന്റെ സ്മരണ ഓർമ്മകൾ പുതുക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചുകൊണ്ട് വിവിധ ചടങ്ങുകൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പല ഭാഗങ്ങളിൽ സംഘടിപ്പിക്കുകയും ചെയ്തു. അന്ന് PB മേനോൻ സാറിന്റെ വിയോഗത്തിന് ശേഷം അവിടെ കൂടിയ എല്ലാ വിവിധ മേഖലകളിലുള്ള ആളുകൾ സമ്മേളിച്ചുകൊണ്ടുള്ള അനുസ്മരണ യോഗത്തിൽ രാഷ്ട്രീയ ഭേദമില്ലാതെ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലുള്ള എല്ലാവരും തന്നെ ഒരുപോലെ മേനോൻ സാറിന്റെ വിയോഗം നാടിനുണ്ടാക്കുന്ന ഒരു നഷ്ടം അദ്ദേഹം ഏതെങ്കിലും സംഘത്തിന് വേണ്ടി മാത്രമായിരുന്നില്ല പ്രവർത്തിച്ചത്, സമാജത്തിന് ആകെ എങ്ങനെ മുന്നോട്ട് നയിക്കാം, അതിൻ്റെ സമാജത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ എങ്ങനെ തന്നെ കൊണ്ടാകുന്ന വിധം പ്രവർത്തിക്കാം എന്നത് തന്നെയായിരുന്നു. അങ്ങനെ അദ്ദേഹം തുടങ്ങി വെച്ച നിരവധി പ്രസ്ഥാനങ്ങളുണ്ട്. ആ പ്രസ്ഥാനങ്ങളിലൂടെ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ജീവിക്കുന്നു. സംഘടന പ്രത്യേകിച്ച് സേവന മേഖലയിലുള്ള പ്രവർത്തനങ്ങളിലാണ് കൂടുതലും PB മേനോൻ സാർ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ പതിപ്പിച്ചിരുന്നത്. അങ്ങനെ സന്നദ്ധ സേവന പ്രവർത്തനങ്ങളിൽ മറ്റ് പലർക്കും മാതൃകയായിക്കൊണ്ടും സന്നദ്ധ സേവന പ്രവർത്തനങ്ങളിൽ സജീവമായിക്കൊണ്ടും മുന്നോട്ട് പോയ ഒരു ജീവിതം തന്നെയായിരുന്നു. അതുതന്നെയാണ് സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് അടക്കമുള്ള ആളുകൾ ഓർത്തെടുക്കുന്നത്. ആ ഒരു ഓർമ്മകളിൽ അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നതിനുള്ള ചടങ്ങ് തന്നെയാണ് ഇന്ന് നടക്കുന്നത്. കരുണാകരനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.